ഛത്തീസ്ഗഡിൽ ബജ്രംഗ് ദൾ സംഘം തടഞ്ഞുവെച്ച് ജയിലിലടച്ച കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിന് പിറകെ സംഘപരിവാറിനോടുള്ള നിലപാടിനെ ചൊല്ലി കത്തോലിക്ക സഭയിൽ ആശയക്കുഴപ്പം രൂക്ഷം. സഭയിൽ ഭിന്നതയില്ല എന്ന പ്രസ്താവനയുമായി സിറോ മലബാർ രംഗത്തെത്തി. ബിജെപി അടക്കമുള്ള പാർട്ടികളെ പ്രകീർത്തിച്ചും ബജ്രംഗ് ദളിനെ വിമർശിച്ചും ദീപിക ലേഖനമെഴുതി. നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് കന്യാസ്ത്രീകളെ ജയിലിലടച്ചപ്പോൾ ബിജെപിയെയും കേന്ദ്ര സർക്കാരിനെയും അതിരൂക്ഷമായി കടന്നാക്രമിച്ച കത്തോലിക്ക സഭ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതോടെ വ്യത്യസ്ത ഭാഷയിലാണ് സംസാരിക്കുന്നത്. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി ബിജെപിയെ പ്രകീർത്തിച്ചപ്പോൾ ഇരിങ്ങാലക്കുട ബിഷപ്പ് വിമർശനം തുടർന്നു. ബിജെപിയുമായും സംഘപരിവാറുമായും അടുത്ത ബന്ധം പുലർത്തുന്ന താമരശ്ശേരി രൂപത സമരത്തിൽ നിന്ന് തന്നെ പിന്മാറി. എന്നാൽ കോഴിക്കോട് ലത്തീൻ രൂപത പ്രഖ്യാപിച്ച സമരം നടത്തി. കന്യാസ്ത്രീ വേട്ടയിൽ പ്രതിഷേധം അറിയിച്ച് തന്നെ ബിജെപിയുമായി നല്ല ബന്ധം തുടരുകയെന്ന വിചിത്ര ലൈനാണ് സഭ തുടരുന്നത്. കത്തോലിക്ക സഭയുടെ മുഖപത്രത്തിൽ ഇന്ന് അച്ചടിച്ച ലേഖനത്തിൽ ബിജെപി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറെ ആവോളം പുകഴ്ത്തുന്നുണ്ട്. വിഎച്ച്പി, ബജ്രംഗ് ദൾ എന്നീ സംഘപരിവാർ സംഘടനകൾക്ക് മാത്രമാണ് വിമർശനം. അതിനിടെ കത്തോലിക്ക സഭയ്ക്കെതിരെ സംഘപരിവാർ നേതാക്കളുടെ കടുത്ത വിദ്വേഷ പ്രചരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ തുടരുകയാണ്. വിഎച്ച്പി, ബജ്രംഗ് ദൾ, ഹിന്ദു ഐക്യവേദി സംഘടനകളുടെ നേതാക്കളാണ് വിദ്വേഷ പ്രചരണം നടത്തുന്നത്. ബിജെപി നേതാവ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനും തീവ്ര ഹിന്ദുത്വ സംഘടനകളുടെ അതേ ലൈനിലാണ് വിമർശനം നടത്തുന്നത്. സഭയുടെ വിചിത്ര നിലപാട് പോലെ തന്നെ വിചിത്രമാണ് ബിജെപിയുടെയും വിഎച്ച്പി അടക്കമുള്ള സംഘപരിവാർ സംഘടനകളുടെയും നിലപാട്. മീഡിയ 1 കൊച്ചി.